എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് മണി ടോക്കിൽ. ഇന്നൊരു സംരംഭത്തെക്കുറിച്ചല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു ബിസിനസ് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കൂടുതൽ ലാഭകരമാക്കാം, അതിനെ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മണി ടോക്കിലൂടെ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൻ്റർനെറ്റ് യുഗത്തിലാണ്. എല്ലാവർക്കും അറിയാം, ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരം നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. ഇൻ്റർനെറ്റ് നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇൻ്റർനെറ്റിനെ മനുഷ്യനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുകൂടെ? ഇൻ്റർനെറ്റ് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇൻ്റർനെറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ബിസിനസ് ലോകത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തു വരുന്ന രീതികൾ എന്തൊക്കെയാണ്? ഒന്നാമത്, നമ്മൾ ടി വിയിൽ പരസ്യം കൊടുക്കാറുണ്ട്. 2 മാസികകളിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്താറുണ്ട്. പേപ്പറുകൾ, ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ ഫ്ലയേഴ്സ്, ഫ്ലെക്സ് ബോർഡുകൾ, അങ്ങനെ ഒരുപാട് ട്രഡീഷണൽ മേഖല നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി. എന്നാൽ ഈ മേഖലയിലെല്ലാം നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്പെൻസാണ്. ട്രഡീഷണൽ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റിന് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപഭോക്താക്കൾ മാത്രമല്ല നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. ആവശ്യമുള്ളവരും അനാവശ്യമായിട്ടുള്ളവരും നമുക്ക് ഉപയോഗം ഇല്ലാതെ വരുന്ന ആളുകളും എല്ലാവരും കാണാറുണ്ട് ഈ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം കാണണമെന്നുമില്ല. അങ്ങനെ വളരെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഇന്ന് ആളുകൾ അധികം ചെയ്യുന്നില്ല. വൻകിട കമ്പനികൾ ചെയ്യുന്നുവെങ്കിലും അതിലുപരിയായിട്ട് അവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത്. പലരും തെറ്റിദ്ധരിക്കാനിടയുള്ള ഒരു വേർഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നു. നമ്മുടെ മണി ചെയിൻ പോലുള്ള പദ്ധതികളായിട്ട് അല്ലെങ്കിൽ MLM അങ്ങനെയുള്ള പദ്ധതികളായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യം, അതുമല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെക്കുറിച്ച്, നമ്മുടെ സർവീസിനെക്കുറിച്ച് ജനങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന രീതിയിൽ, ഇൻ്റർനെറ്റിൽ പെട്ടെന്ന് ലഭ്യമാകുന്ന രീതിയിൽ തയ്യാറാക്കുകയാണ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സെർച്ച് എഞ്ചിനിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോഡിങ് ചെയ്തിട്ട് അതിൽ നമ്മുടെ പ്രോഡക്റ്റ് സർവീസിനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം തന്നെ ഒന്നാമതെത്തിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്, അതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്, ഇതുവഴിയൊക്കെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അങ്ങനെ എല്ലാ മേഖലകളും, അതായത് ഇൻ്റർനെറ്റിൻ്റെ എല്ലാ മേഖലകളും ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വരുന്ന SEO വരുന്നുണ്ട്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റ് കറക്റ്റായിട്ടാണോ, അതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, അതൊക്കെ കറക്റ്റ് ഏതാ സ്ഥാനങ്ങളിലൊക്കെ അത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി അതിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതെല്ലാം. ഇങ്ങനെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് ഏതൊക്കെ ടൂൾസ് അല്ലെങ്കിൽ ഏതൊക്കെ മീഡിയകൾ നമുക്ക് ഉപയോഗിക്കാം? സോഷ്യൽ മീഡിയാസ് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം, ടിക്ടോക്ക് ഉപയോഗിക്കാം, പിൻട്രസ്റ്റ് ഉപയോഗിക്കാം. കുറേയേറെ വെബ്സൈറ്റുകളുണ്ട്, അവയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.
യൂട്യൂബ് ഉപയോഗിക്കാം, ഗൂഗിൾ ഉപയോഗിക്കാം, യാഹൂ ഉപയോഗിക്കാം, ബിങ് ഉപയോഗിക്കാം. ഇവയിലെല്ലാം നമ്മുടെ പ്രോഡക്റ്റ്, സർവീസുകൾ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വളരെ ചെറിയ കോസ്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കസ്റ്റമേഴ്സിനാണോ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കാണേണ്ടത്, ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടുള്ള പ്രത്യേകത. അതിലുപരി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ പ്രത്യേകതയിൽ മറ്റൊന്ന്, ഇതിന് എക്സ്പെൻസ് വളരെ കുറവാണ്. ട്രഡീഷണൽ വേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിനേക്കാളും വളരെ കുറവാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ക്യാൻവാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത് എവിടെയും ആയിക്കോട്ടെ, ഏത് ലൊക്കേഷനിലും നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രത്യേകത. ഈ പ്രത്യേകതകളൊക്കെ കാരണമാണ് ഇന്ന് കൂടുതൽ ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് കടന്നു വരുന്നത്, വൻകിട കമ്പനികൾ കടന്നു വരുന്നത്. നമ്മളെപ്പോലെ തന്നെ ചെറുകിട ആളുകൾക്കും ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കുമെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നന്നായി കൈകാര്യം ചെയ്തുകൊണ്ടും നമ്മുടെ ബിസിനസ് ഇരട്ടിയിലധികം ലാഭം നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ രീതിയിൽ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഇരട്ടിയിലധികമായി നിങ്ങൾക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ, മാർക്കറ്റിംഗ് മേഖലയിലുള്ള എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിലുപരി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്, സർവീസ് എന്തു തന്നെയുമായിക്കോട്ടെ അത് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ കൈവിട്ട് പോയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് വീണ്ടും തിരികെ പിടിക്കാനായിട്ടുള്ള അവസരവും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് ഉപയോഗിക്കുക. അതുവഴി നിങ്ങളുടെ ബിസിനസ് മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.